നമസ്കാരം. ഞങ്ങൾ തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വരസാഹിതി സംഗീത സാഹിത്യ വേദിയിലെ പ്രവർത്തകരാണ്. ഞാൻ സംഘടനയുടെ ചീഫ് അഡ്മിൻ ഗീതാഞ്ജലി. ഇദ്ദേഹം രവീന്ദ്രൻ എ സി അഡ്മിനാണ് ഗ്രൂപ്പിൽ. മുരളീധരൻ അഡ്മിനാണ്. സന്ധ്യ ട്രഷററാണ്. രാജീവ് പെരുമുട്ടല അഡ്മിൻ. ഇന്ന് ഞങ്ങളുടെ പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. സ്വരസാഹിതി എല്ലാ വർഷവും ഇപ്പോൾ 5 വർഷമായി ഈ ഗ്രൂപ്പ് രൂപീകൃതമായിട്ട് എല്ലാ വർഷവും സ്വരസാഹിതി ഓരോ പുസ്തകങ്ങൾ പുറത്തിറക്കാറുണ്ട്. അത് സമാഹാരങ്ങളായിരിക്കും. ഒന്നുകിൽ കവിതാ സമാഹാരം അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ. ഇത്തവണ അത് എങ്ങനെ ഞാൻ മറക്കുന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. ഓർമ്മക്കുറിപ്പാണ്. 52 എഴുത്തുകാരാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഈ വരുന്ന ആഗസ്റ്റ് 16-ാം തീയതിയാണ് പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്നത്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. തൃശ്ശൂർ എഴുത്തച്ഛൻ ഹാളിൽ വെച്ചാണ്. ഇന്ന് പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനം ഇവിടെ നടക്കുന്നു. ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനും എഡിറ്ററുമായ ഗീതാഞ്ജലിയാണ് കവർ പേജ് പ്രകാശനം ചെയ്യുന്നത്. തദവസരത്തിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മനോഹരമായ കർമ്മത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി. തുടങ്ങട്ടെ. പതിനാറാം തീയതി വെച്ചിട്ട് ആഗസ്റ്റ് 16 10:30 മുതൽ 11 മണി വരെയാണ് സമയമുള്ളത്. ഞങ്ങൾ 9 മണിക്ക് ഞങ്ങളുടെ പരിപാടികൾ ആരംഭിക്കും. 10:30 മുതൽക്ക് അന്ന് സ്വരസാഹിതിക്ക് നമ്മുടെ എഴുത്തച്ഛൻ ഹാളിൽ വെച്ച് നടക്കുന്നത് സ്വരസാഹിതിയുടെ പുസ്തകം മാത്രമല്ല, സ്വരസാഹിതി മെമ്പർമാരായ 7 പേരുടെ പുസ്തകങ്ങളും കൂടി അന്ന് അവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. അതിൽ ലക്ഷ്മി ശ്രീകുമാറിൻ്റെ ആത്മബലി, ശ്രീദേവി മോഹൻ്റെ അക്ഷരതീർത്ഥം, ഡോക്ടർ ബിന്ദു സിയുടെ സസ്നേഹം സൂര്യപുത്രന്, ലളിതാംബിക അന്തർജനത്തിൻ്റെ പുനർജനി, അശോകകുമാറിൻ്റെ മരുഭൂമി പറഞ്ഞത്, മീന അരവിന്ദൻ്റെ ഓം ആദിത്യായ നമഃ, പ്രമീള പ്രകാശിൻ്റെ എൻ്റെ ജാലകത്തിനപ്പുറം. ഈ 7 പുസ്തകങ്ങളും കൂടി അതിനോടനുബന്ധമായിട്ട് അന്ന് അവിടെ പ്രകാശനം നടത്തുന്നുണ്ട്. ഇനിയും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ. ഇതിൽ ചില പുസ്തകങ്ങൾ അന്ന് പിന്നെ ലളിതാംബിക അന്തർജനത്തിൻ്റെ പുനർജനിയും മീന രവീന്ദ്രൻ്റെ ഓം ആദിത്യായ നമ്മയും നടത്തുന്നത് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാർ തന്നെയാണ്. മറ്റുള്ള പുസ്തകങ്ങളുടെ പ്രകാശനം നടത്തുന്നത് ഗീതാഞ്ജലിയാണ്. ചീഫ് അഡ്മിനായ എഴുത്തുകാരി കൂടിയായ ഗീതാഞ്ജലി.
വാർഷിക കലാപരിപാടികളോടും കൂടി ആ, അല്ല, ഉദ്ഘാടനം സാറ് വാർഷികത്തോടനുബന്ധിച്ച് തന്നെയാണ്. നടക്കുന്ന സാറ് തന്നെ. എഴുതിയിരിക്കുന്നത് ആ ലക്ഷ്മി ശ്രീകുമാർ ആത്മബലി പുസ്തകത്തിന്റെ പേര്. പങ്കെടുക്കുന്നവര് ആ ഞാൻ പറഞ്ഞുതരാം. ഇത് ഗീതാഞ്ജലി ചീഫ് അഡ്മിൻ ആണ്. ചീഫ് അഡ്മിൻ ഗീതാഞ്ജലി, രവീന്ദ്രൻ രവീന്ദ്രൻ അഡ്മിൻ, പിന്നെ ശ്രീ മുരളി മൂത്തേരി അഡ്മിൻ, ജയപ്രകാശ് അദ്ദേഹമാണ്. അഡ്മിൻ അതുകൂടെ ഇരിക്കുന്നുണ്ട്. ആ. ശ്രീമതി സന്ധ്യ മേനോൻ അഡ്മിൻ, രാജീവ് പെരിങ്ങോട്ടുകര അഡ്മിൻ.